Dear parents, good morning to you. Sudhir Balachandranana, Nakshatra Preschool for Little Wonders early in the morning. And ഇന്ന് വന്നിട്ട് നമ്മളുടെ രണ്ടാമത്തെ ദിവസം വീക്കെൻഡ് ദാറ്റ് ഈസ് ട്യൂസ്ഡേ ആൻഡ് വാട്ട് വി ഹാവ് ഈസ് വി ഹാവ് the great Nakshatra Food Fest. So this is an invitation for all. See, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ എന്തിനാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല, കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് കുറേ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ബോൾഡ്നെസ് ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഔട്ട്ഷൈൻ ചെയ്യണം മറ്റേവരെക്കാട്ടിലും. ചിലവർക്ക് തൊടാൻ അറിയില്ല, ചിലവർക്ക് സംസാരിക്കാൻ അറിയില്ല, ചിലവർക്ക് പെരുമാറാൻ അറിയില്ല, ചിലവർക്ക് ഇൻവോൾവ് ചെയ്യാൻ അറിയില്ല, ചിലവർക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയില്ല. ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം ഞാൻ പഠിച്ചതൊന്നുമല്ല, ഞാൻ കോഴ്സൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടി സ്കൂളിൽ, ചെറിയ സ്കൂളിൽ മുതൽക്ക്. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൈനിക് സ്കൂളിലും എയർഫോഴ്സ് സ്കൂളിലൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ ഇങ്ങനെ വേലക്കാർ വെച്ച് പണിയെടുക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് വെറുതെ 1 2 3 ABC പഠിപ്പിക്കുക, അങ്ങനെയല്ല ഈ ഡിഫൻസ് സ്കൂളൊക്കെ. അവിടെ പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. കുട്ടിയെ പറഞ്ഞാൽ ഓൾറൗണ്ടറാക്കി മാറ്റും. എന്ത് കാര്യം ഉണ്ടെങ്കിലും യെസ് ഞാനുണ്ട്, എനിക്ക് കഴിയുക. അപ്പോൾ ഏത് കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ ആദ്യം വിളിക്കുക, പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ അതും ചെയ്യണോ. അത് കാരണം ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ ഞാൻ ചെയ്യണത് ഞാൻ പഠിച്ചതല്ല. അപ്പോൾ ഇത് ചെയ്യാനുള്ള കഴിവ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എൻ്റെ ഉദ്ദേശം അതാണ്. ഞങ്ങളുടെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ ജോലിക്കും ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊരു മടി, ഒരു നാണം, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ലേ, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അതാവാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അത് കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ തരണത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് സച്ച് ഈവൻറ്റ് ദാറ്റ് വി ആർ പ്രൊമോട്ടിങ് ഇറ്റ് ഓൺ സൺഡേ. ദാറ്റ് ഈസ് എല്ലാവർക്കും വരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും അറിയിക്കണം. കുട്ടികൾ തന്നെ നല്ലൊരു സന്തോഷം, അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർ അമ്മയുടെ കൂടെ നിൽക്കും, ആൾക്കാരോട് സംസാരിക്കും, ഫുഡ് വെക്കുക. ദീസ് ആർ ഓൾ ഗുഡ് തിങ്സ്. ആൻഡ് അത് ഞാൻ എപ്പോഴും ഈവൻ കോളേജിൽ പോകുമ്പോൾ പിള്ളേർക്ക് നാണമാണ്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ ഐ വാസ് സർപ്രൈസ്ഡ്. 1 വയസ്സായ കുട്ടി, നമ്മളുടെ മിലൻ, അവരുടെ അമ്മയും അവരുടെ പേരൻസും അവർ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഐ ഡോണ്ട് നോ 1 വയസ്സായ കുട്ടി എങ്ങനെ, പക്ഷേ ദാറ്റ് സ്പിരിറ്റ് നമ്മൾ കാണാൻ പറ്റുമല്ലോ പേരൻസിൽ. എല്ലാവർക്കും എന്താ ആഗ്രഹം? കാറ്, വീട്, ബൈക്ക്, പൈസ. ഇതുകൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല. നത്തിങ്. യു വിൽ ബി നോൺ ആസ് നത്തിങ്. ഇതൊക്കെ ഞങ്ങൾ അതിൽ കൂടെ പോയ ആൾക്കാരാണ്. നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ എങ്ങനെ വളർത്തുക, അവരെങ്ങനെ പെരുമാറുക, അവരുടെ ജീവിതത്തിൽ എന്താ ആവുക, അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരെ നിങ്ങൾ എങ്ങനെ വളർത്തിയത്, അതാണ് നിങ്ങളുടെ സ്റ്റോറി, അതാണ് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ് ഇൻ ലൈഫ്. അല്ലാണ്ട് നമ്മൾ വല്ല കുറേ ഡ്രസ്സുകൾ മേടിച്ചു, കുറേ കാറുകൾ മേടിച്ചു, കുറേ ബംഗ്ലാവ് മേടിച്ചു, കുറേ പൈസ വാങ്ങിച്ചു, ഇതുകൊണ്ടൊന്നും ആരും യു കാൺ ബി ഇവാലുവേറ്റഡ് ഫോർ റെസ്പെക്റ്റ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെഷ്യാലിറ്റി എന്താ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഓൺ കുട്ടികൾ നമ്മളെങ്ങനെ വളർത്തുക, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ എറ്റിക്കേറ്റ്സ് കൊടുക്കുക, അവർക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അവസരം കൊടുക്കുക. അത് നിങ്ങളല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ കൊടുക്കുക? വഴിപ്പുള്ള ആൾക്കാർ കൊടുക്കില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സ്പെൻഡ് യുവർ ലിറ്റിൽ ടൈം. എന്തിനാ ലിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവസരം അവർ 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കിട്ടുള്ളൂ. കുട്ടികൾ 6 വയസ്സ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടാമത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ചിലവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നറേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാനും അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ, നമ്മുടെ ഒരു സുഖം മാറ്റിക്കളഞ്ഞിട്ട് കുട്ടികളെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക. എന്താ പറഞ്ഞാൽ നാളെ നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ ബംഗ്ലാവോ, കാറോ, വീടോ, ഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി കൊണ്ടല്ല, നിങ്ങളുടെ മക്കളോടാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങൾ എങ്ങനെ കുട്ടികളെ വളർത്തി അവരെന്തായി മാറി, അതാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ബിലീവ് മീ, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. താങ്ക് യു. സോ സൈനിങ് ഓഫ് ഫ്രം നക്ഷത്ര പ്രീ സ്കൂൾ ഫോർ ലിറ്റിൽ വണ്ടേഴ്സ്. തീർച്ചയായിട്ടും എല്ലാവരും, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എല്ലാവരും കുട്ടികളോടെ വരണം. 15 സ്റ്റോൾസാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ആസ് ഇനീഷ്യേറ്റീവ് ഞാൻ എൻ്റെ ഒരു സ്റ്റോൾ ഇടുന്നുണ്ട്. പ്ലസ് 14 കുട്ടികൾ അവർ ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു സംഭവമാണ്. മറക്കാണ്ട് സൺഡേ വൈകുന്നേരത്ത് 5:30 മണിക്ക് ടോക്കൺസ് ഇവിടെ തന്നെ കിട്ടും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ടോക്കൺസായിട്ട് മാറ്റുക. ആൻഡ് വെരി റീസണബിൾ റേറ്റ്. അതാ പറയുക, നമ്മളിതൊരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി അല്ല, ഇതൊരു എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരിക, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് വാട്ട് ഈസ് ദിസ് നക്ഷത്ര പ്രീ സ്കൂൾ ഫേമസ് ഫോർ. ആൻഡ് ഇവിടെ നമ്മൾ കുട്ടികളെ എങ്ങനെ നോക്കുക, എങ്ങനെ പഠിപ്പിക്കുക, അവരിൽ ഈ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, പേഴ്സണാലിറ്റി ആസ് വെൽ ആസ് എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ കൊടുക്കുക. അത് പഠിപ്പിക്കുകയല്ല ചെയ്യുക, അത് പ്രാക്ടീസ് കൊണ്ടാണ് നമ്മൾ കൊടുക്കുക. ആ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ അല്ലെങ്കിൽ സൺഡേ വരാൻ പോണത് ഫുഡ് ഫെസ്റ്റ്. മറക്കാണ്ട് ഡിയർ പേരൻസ് എല്ലാവരും
റിലേറ്റീവ്സ്, അന്ന് മുത്തശ്ശിമാരൊക്കെ വന്നില്ലേ, എല്ലാവരുമായിട്ട് വരിക. ഈ സൺഡേ 1-ാം തീയതി മാർച്ച് വൈകുന്നേരം 5:30 മണി മുതൽക്ക് എല്ലാ ഐറ്റംസ് ഉണ്ട്. സ്വീറ്റ്സ്, സ്നാക്സ് ആൻഡ് വെജിറ്റേറിയൻ കം നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഫോർ യുവർ ഫാമിലി. ഡോണ്ട് മിസ് ഔട്ട്. ദിസ് ഈസ് നക്ഷത്ര പ്രീ സ്കൂൾ ഫോർ ലിറ്റിൽ വണ്ടേഴ്സ് ഇൻവൈറ്റിംഗ് യു ഓൾ. താങ്ക് യു. എല്ലാവരും, കോളനിയിലെ ആൾക്കാരായാലും, നമ്മുടെ സ്കൂളിലെ പേരൻസ് ആയാലും, ഫ്രണ്ട് സർക്കിളായാലും, നമ്മുടെ ഉമ്മറത്തോടി പോണ ആൾക്കാരായാലും, ഒരു കുട്ടികളെ ഒരു എന്താ പറയുക, ടു ബ്ലെസ് എനി ചൈൽഡ് ഓർ സേസ് 2 words ഗുഡ് അബൌട്ട് എനി ചൈൽഡ്, ദൈവം നിങ്ങൾക്ക് എപ്പോഴും നല്ലത് തരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാണ്ട് വരിക. ആൻഡ് അത് വെച്ചിരിക്കുന്നത് സൺഡേ, ബിക്കോസ് എല്ലാവരും സൺഡേ വൈകുന്നേരത്ത് ഫ്രീ ആയിരിക്കും. താങ്ക് യു, ബൈ, ആൻഡ് ഗോഡ് ബ്ലെസ് യു ഫോർ ദ എൻറ്റയർ ലൈഫ്.